ഹായ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബബിലിറ്റി എന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. കാരണം നമ്മൾ അധികം ചെയ്ത് കണ്ടിട്ടില്ലാത്തതും അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തതും എന്നാൽ എക്സാമിന് ഉറപ്പായിട്ടും മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി ഈ മൂന്ന് പാർട്ടുകളിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ അധികമൊന്നും പ്രോബബിലിറ്റി ചെയ്തിട്ടില്ലാത്തവർക്ക് ഒരു എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഡൗട്ട് വരും എങ്ങനെ ചെയ്യുന്നുള്ള. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറ്റും, ആ ഒരു മാർക്ക് നഷ്ടപ്പെടും. മെയിൻ എക്സാമിൻ്റെ ഒരു മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഈ POയുടെയൊക്കെ എക്സാമിന് 1-2 മാർക്ക് കിട്ടിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പാസ്സാവാൻ പറ്റും. എന്നുവെച്ചാൽ മൊത്തം 50-100 മാർക്ക് മേടിക്കണമെന്നല്ല, മാത്സിനും റീസണിങ്ങിനകത്തൊക്കെ ഒരു 5-6 മാർക്ക് വാങ്ങിച്ചാൽ പോലും നമുക്ക് രക്ഷപ്പെടാം. അപ്പം അത്രയും പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇതുപോലത്തെ സിമ്പിൾ ഒരു എന്താ പറയുന്നത് ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് എല്ലാം പരിചയപ്പെട്ടിരിക്കുക. അതിനുവേണ്ടി വേഗം ഞാൻ പറഞ്ഞു പോകും, കാരണം ഇതിൻ്റെ ക്ലാസ് അല്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. അപ്പം ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറയുന്നത്? എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻ 4 റെഡ് 5 ബ്ലൂ ആൻഡ് 3 ഗ്രീൻ മാർബിൾസ്. ഒരു ബാസ്ക്കറ്റിനകത്ത് വരച്ചൊന്നും കാണിക്കണ്ടല്ലോ, ഒരു ബാസ്ക്കറ്റിനകത്ത് 4 റെഡും 5 ബ്ലൂവും 3 ഗ്രീനും മാർബിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 മാർബിൾസ് ആർ പിക്ഡ് അറ്റ് റാൻഡം, അതിനകത്ത് ഏതെങ്കിലും ഒരു 3 കണ്ണു അടച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എയ്തർ ആൾ ഈസ് ഗ്രീൻ ഓർ ആൾ ആർ റെഡ്? ഇവിടെ നോക്കി, എയ്തർ ഓർ ആണ് വന്നേക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം. എയ്തർ ആൾ ആർ ഗ്രീൻ ഓർ ആൾ ആർ റെഡ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മൊത്തവും എന്താകാൻ, ഗ്രീൻ ആകാനും മൊത്തവും റെഡ് ആകാനുമുള്ള പ്രോബബിലിറ്റി എന്താണ്? എന്താണ് ഈ പ്രോബബിലിറ്റി? നമുക്ക് തുടക്കമായിട്ട് പെട്ടെന്ന് പറയാം. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ബൈ ടോട്ടൽ, ഈ ഒരൊറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് ഡിവൈഡ് ബൈ മൊത്തം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? പ്രോബബിലിറ്റി കിട്ടണം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോബബിലിറ്റിയുടെ ആൻസർ എപ്പോഴും 1 താഴെ ആയിരിക്കും. എപ്പോഴും പ്രോബബിലിറ്റി 1 ആയാൽ അത് നടന്നു എന്ന് അർത്ഥം. അപ്പോൾ 1 താഴെ എന്തുള്ളൂ? പ്രോബബിലിറ്റിയുടെ കണ്ടീഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ഓർത്തേക്ക്. ഫേവറബിൾ ബൈ ടോട്ടൽ, ഇതാണ് ഇക്വേഷൻ. എങ്കിൽ ഇവിടെ ഫേവറബിൾ ആയിട്ട് ആരൊക്കെ ഉണ്ട്? നമുക്ക് 3 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 3 എടുക്കാൻ പാടുള്ളൂ എങ്കിൽ ആ 3 ഗ്രീൻ ആവാനുള്ള പോസിബിലിറ്റി എത്രയാ? മൊത്തം എത്ര ഗ്രീൻ ഉണ്ടെന്ന് നോക്കിയേ, 3 ഗ്രീൻ ഉണ്ട്. അതിൽ 3 നമുക്ക് എടുക്കാം. എങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? കോമ്പിനേഷൻ 3C3 എന്ന് എഴുതാം. 3 ഗ്രീൻ ഉണ്ട്, അതിൽ 3 എടുക്കണം. ഇതൊക്കെ എഴുതുന്ന കാര്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടാവും. ഇത് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. 3C3 ആയിരിക്കും എന്ത്, 3 ഗ്രീൻ എടുക്കാനുള്ള കാര്യം. കോമ്പിനേഷൻ ആണ് എഴുതുന്നത് പ്ലസ്, കാരണം എയ്തർ ഓർ ആയിരുന്നു. എയ്തർ ഓർ വന്ന് നമ്മൾ എന്ത് എഴുതണം? പ്ലസ് എഴുതണം. ഇനി എന്തായിരുന്നു? ആളാർ റെഡ്. റെഡ് എടുക്കാനുള്ള എന്തായിരുന്നു? 4 റെഡ് ഉണ്ട്. 4 റെഡിനകത്ത് നമുക്ക് എത്ര റെഡ് എടുക്കണം? 3 റെഡ് എടുക്കണം. 4C3 ഇങ്ങനെ ആയിരിക്കും എഴുതണ്ടേ. ഫേവറബിൾ ഔട്ട്കം നമുക്ക് ആവശ്യമുള്ളത് എടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് വെച്ചാൽ എത്രയാ? 4 + 5 + 3 9 + 3 12 കിട്ടി. 12C3, കാരണം അതാ മൊത്തം 3 എടുക്കുന്നത്. അതും അപ്പം എന്താണ്? 12 നിന്ന് 3 എടുക്കണം. ഇതായിരിക്കും നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. സോൾവ് ചെയ്ത ആൻസറായി. എങ്കിൽ 3C3യുടെ വാല്യൂ നമുക്കറിയാം. 3C3 മീൻസ് 1 തന്നെയാണ്. 1 + 4C3. 4C3യുടെ വാല്യൂ നമുക്കറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി 4C3 മീൻസ് 4C1 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. 4 × 3 × 2 ഡിവൈഡ് ബൈ 1 × 2 × 3 ആണ്. 2 3 ക്യാൻസൽ ആയി പോകും. 4 തന്നെ കിട്ടും. അല്ലെങ്കിൽ 4C3 നമുക്ക് n-1 4C1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം എത്ര കിട്ടും? 1 + 4 / 12C3. 12C3 എന്ന് വെച്ചാൽ എത്രയാ? 12 × 11 × 10. 3 ആട്ടം എഴുതുന്നു. എന്നിട്ട് 1 തുടങ്ങുന്നു. 1 × 2 × 3 2 × 3 6 കിട്ടും. ഇവിടെ 2 കിട്ടും. ആൻസർ എത്ര കിട്ടി? 110 × 2 220 എന്ന് കിട്ടും. അപ്പം 5/220 എന്ന് കിട്ടുന്നതാണ് ആൻസർ. 5/220. 225 കൊണ്ട് കിട്ടിയ എത്ര കിട്ടും? 1/44 എന്ന് കിട്ടും. 1/44 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി 1/44 ആയിരിക്കും ആൻസർ. എങ്ങനെ കിട്ടി? നമ്മൾ ഈ സെയിം ഫേവറബിൾ ബൈ ടോട്ടൽ എടുക്കുക, അതിൻ്റെ കോമ്പിനേഷൻ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ലോജിക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വേഗം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുവാണ്. ഇഫ് 2 മാർബിൾസ് ആർ, 2 മാർബിൾ ഡ്രോൺ അറ്റ് റാൻഡം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ റെഡ്? 2 എടുക്കുന്നു, ആ 2 റെഡ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? നമുക്ക് എത്ര റെഡ് ഉണ്ട്? 4 റെഡ് ഉണ്ട്. നമുക്ക് ആവശ്യം എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ബൈ ടോട്ടൽ എത്രയായിരുന്നു? 12C2. 4C2/12C2 എത്ര കിട്ടി? 4C2 4 × 3/1 × 2. 1 × 2 എന്ന് എഴുതണ്ടേ, 2 കഴിയാൽ മതി. എങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 12 × 11/1 × 2.
സോറി എത്ര കിട്ടും നോക്കി, 2ഉം 4ഉം പോയി, 2 കിട്ടി, 12ഉം പോയി, 6 കിട്ടി, പിന്നെ എത്രയാ ഇവിടെ 6 പോയി, 1/11 കിട്ടും. 1/11 1/11 ഒരു ആൻസർ ഉണ്ടോ? 1/11 ഒരു ആൻസർ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി ഒന്നുകൂടെ പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴും ഈ 4C2 അത് ഇനി എഴുതണ്ടല്ലോ, 4 × 3 / 1 × 2, 12 × 11/1 × 2, ഇത് രണ്ട് കോമൺ അല്ലെങ്കിൽ 1 × 2 ഒക്കെ നമുക്ക് അത് അങ്ങനെ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ട് 4 × 3 12 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി 1/11 അല്ലേ ഉള്ളൂ. അത് കുറേ നാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും 1/11 എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, A basket contain, same question തന്നെയാണ്. If 2 marbles are picked at random, what is the probability that none of them is blue? ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഇതൊക്കെയാണ് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. നൺ ഓഫ് ദെം ഈസ് ബ്ലൂ, ബ്ലൂ ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നൺ ഓഫ് ദെം ഈസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ബ്ലൂ എന്ന് വെച്ചാൽ ഈ ബ്ലൂ ഇല്ലാത്ത കേസ് ഏതൊക്കെയുണ്ട്? ഒരു 4-5 ബ്ലൂ ഉണ്ട്. അതല്ലാത്ത കേസോ 4 റെഡും ഉണ്ട്, 3 ഗ്രീനും ഉണ്ട്. അപ്പം നമുക്ക് എത്ര കിട്ടി? 4 + 3 7 കിട്ടി. അപ്പം അങ്ങനെ വേണം എടുക്കാൻ. നൺ ഓഫ് ദെം ഈസ് ബ്ലൂ എന്ന് വെച്ചാൽ ബ്ലൂ ഇല്ലാത്ത കേസ് എന്തുണ്ടോ അതെല്ലാം എടുക്കാം. 4 + 3 എത്ര ഉണ്ട്? 7 ഉണ്ട്. അതിനകത്ത് നമുക്ക് എത്ര എടുക്കണം? 2 മാർബിൾ എടുക്കണം. 7C2/12C2. വളരെ സിമ്പിളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ബ്ലൂ ഇല്ലാത്ത പോസിബിലിറ്റി എന്തുണ്ട്? ടോട്ടൽ അങ്ങ് എടുത്താൽ 4 + 3 7C2/12C2. അത്ര കിട്ടും 7 × 6/2 / 12 × 11/2. 6 ഇതും പോയി 2 കിട്ടി. 7/22 ആയിരിക്കും ആൻസറായി. 7 × 6/12 × 11, കാരണം 2/2 ക്യാൻസൽ ആയി പോകും. പിന്നെ 6ഉം 12ഉം വരുമ്പോൾ ഒരു 2 കിട്ടും. 7/22 ആയിരിക്കും എന്ത്? അതിൻ്റെ ആൻസർ. 7/22 ആയിരിക്കും എന്ത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. If 3 marbles are picked at random, what is the probability that at least one is blue? At least one is blue എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മൈനസ് വിത്തൗട്ട് ബ്ലൂ എടുത്താൽ മതി. അതായത് അറ്റ്ലീസ്റ്റ് 1 ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഈ പ്രോബിലിറ്റിക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടോട്ടൽ മൈനസ് വിത്തൗട്ട്, അറ്റ്ലീസ്റ്റ് ബ്ലൂ ആണെങ്കിൽ ടോട്ടൽ മൈനസ് വിത്തൗട്ട് ബ്ലൂ. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ചോദിച്ചാൽ ടോട്ടൽ മൈനസ് വിത്തൗട്ട് ബ്ലൂ അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ടോട്ടൽ കേസ് എത്രയാണ്? ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. മൈനസ് വിത്തൗട്ട് ബ്ലൂ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ എടുത്താൽ മതി. എത്രയായിരുന്നു? 3 എണ്ണമായിരുന്നു നമ്മൾ എടുക്കേണ്ടത്. വിത്തൗട്ട് ബ്ലൂ വെച്ച് എത്രയാ? 7C3/12C3. കാരണം ടോട്ടൽ 12 അല്ലേ. ടോട്ടൽ എടുക്കുമ്പോൾ എല്ലാം എടുക്കണം. 7C3/12C3. ആൻസർ എത്ര കിട്ടും? 7C3 മീൻസ് 7 × 6 × 5/12 × 11 × 10. 5 10 പോയി 2 × 3 4 കിട്ടി. അതായത് 7/44. അതായത് കറക്റ്റ് ആൻസർ വരുമ്പോൾ 1 - 7/44. 1 മൈനസ് ഉണ്ടല്ലോ എല്ലായിടത്തും. 1 - 7/44. അതായത് 44 - 7 എത്ര കിട്ടും? 35/44. അങ്ങനെ ആൻസർ ഉണ്ട്. 35 അല്ല 37. 37 അല്ലേ 44. 44 - 7 എത്ര? 37 അല്ലേ? 37/44. 37/44 കിട്ടും. ഇതെങ്ങനെ ചെയ്യുന്നത്? നമുക്ക് എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് 1 വാല്യൂ വേണമെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 ബ്ലൂ എന്നാണ് വരുന്നതെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 ആണ് തരുന്നതെങ്കിൽ ടോട്ടൽ മൈനസ് വിത്തൗട്ട് ബ്ലൂ എടുത്താൽ മതി. ടോട്ടൽ മൈനസ് വിത്തൗട്ട് ബ്ലൂ എന്ന് വെച്ചാൽ ബ്ലൂ ഇല്ലാത്ത കേസ് 4 + 3 7. 7C3/12C3. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 - 7/44 സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 37/44 കിട്ടും. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് വരുന്ന കേസൊക്കെ ആയിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ഡൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇതൊന്ന് നോട്ട് എഴുതി വെച്ചൊന്ന് പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ സെയിം പോർഷൻ തന്നെയാണ്. If 3 marbles are picked at random, what is the probability that 2 of them are blue and 1 is green? അങ്ങനെയൊക്കെ ചോദിച്ചാലോ? ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ക്വസ്റ്റ്യൻ കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി, ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാത്തവർക്ക് കിട്ടാൻ വേണ്ടി. നമ്മൾ 3 എണ്ണം പിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 2 എണ്ണം എന്തായിരിക്കണം? 2 എണ്ണം എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം. 1 എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. 2 എണ്ണം ബ്ലൂവും 1 എണ്ണം ഗ്രീനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലോ 2 എണ്ണം ബ്ലൂ ആവാനുള്ള കേസ് എത്രയായിരിക്കും? മൊത്തം എത്ര ബ്ലൂ ഉണ്ട്? 5 ബ്ലൂ ഉണ്ട്. അതിൽ 2 എണ്ണം ബ്ലൂ ആവണം. എങ്കിൽ എത്രയായിരിക്കും? 5C2. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ആണ്. 2 എണ്ണം ബ്ലൂ ആവണമെന്നല്ലേ പറയുന്നത്. മൊത്തം എത്ര ബ്ലൂ ഉണ്ട്? 5 ബ്ലൂ ഉണ്ട്. അതിൽ 2 എണ്ണം ബ്ലൂ ആവണം. 5C2 പ്ലസ് പിന്നെന്തായിരുന്നു? ഇവിടെ പ്ലസ് അല്ല, ആൻഡ് വന്നു കഴിഞ്ഞാൽ, ആൻഡ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓർ ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇവിടെ ആൻഡ് അല്ലേ, അതുകൊണ്ട് ഇൻറ്റു. ഇനി എന്തായിരുന്നു?
1 blue അല്ലേ, 1 is green, green ഏതാ 3C1 by 12C3. സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇതിന് ആൻസർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നൊരു കാര്യം എന്താ, ഇടയ്ക്ക് എവിടെയെങ്കിലും ആൻഡ് ആണ് വരുന്നെങ്കിൽ എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓറൊക്കെയാണ് വരുന്നെങ്കിൽ എന്തായിരിക്കും, അഡീഷൻ ആയിരിക്കും. അപ്പോൾ 5C2 5 into 4 by 2 into 3C1 3C1 എന്ന് വെച്ചാൽ എത്രയാ, 3 തന്നെ, ബൈ 12C3 12 into അല്ലെങ്കിൽ 220 എഴുതിയത് നമ്മൾ നേരത്തെ ചെയ്യുന്നത് ഇൻറ്റു 11 into 10. ഇതിൻ്റെ സോൾവ് ചെയ്താൽ 220 കിട്ടും. സോൾവ് ചെയ്ത് നോക്കുന്നു, 2 പോകുന്നു, 2 കിട്ടി, 10 into 3 30 കിട്ടി, 30 into 6 by സോൾവ് ചെയ്യാൻ പറ്റും 12 into 11 into 10. ഇതൊന്നും ക്യാൻസൽ ആയപ്പോൾ 2 times 3 കിട്ടി, 3 by 22. നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും, 3 by 22 കിട്ടുന്നുണ്ടോ നോക്കിയാൽ 3 by 22 ആയിരിക്കും എന്ത് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, മൊത്തം 3 പിക്ക് ചെയ്യുന്നു, അതിൽ 2 എന്തായിരിക്കണം, ബ്ലൂ ആയിരിക്കണം, ഒരെണ്ണം എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. എങ്കിൽ 5 മൊത്തം 5 ബ്ലൂ ഉണ്ട്, അതിൽ 2 ബ്ലൂ എടുക്കുന്നു, 3 ഗ്രീൻ ഉണ്ട്, അതിൽ 1 ഗ്രീൻ എടുക്കുന്നു, ബൈ ടോട്ടൽ. പിന്നെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഈ എടുക്കുന്ന കാര്യം മാത്രം ഓർത്തിരുന്നത് മതി. ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടോ അതാണ് നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ളത് എടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അങ്ങ് സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അടുത്ത ടൈപ്പ്, ഈ 4 marbles are picked at random. What is the probability that 2 of them are red and 2 are green? നമ്മൾ മൊത്തം എത്ര എടുക്കുന്നു, 4 എടുക്കുന്നുണ്ട്, അതിൽ 2 എന്തായിരിക്കണം, റെഡ് ആവുകയും വീണ്ടും 2 എന്താവുകയും ഗ്രീൻ ആവുകയും ചെയ്യണം. ഇപ്പം ചെയ്തതുപോലെ തന്നെ നമ്മൾ 4 എടുക്കുന്നു. അപ്പോൾ എങ്ങനെ ആയിരിക്കും റെഡ് എടുക്കാൻ, മൊത്തം 4 റെഡ് ഉണ്ട്, അതിൽ 2 റെഡ് ആവണം, ആൻഡ് ഇൻറ്റു ഇനി അടുത്ത് എന്തായിരുന്നു, 2 ഗ്രീൻ ആവണം, 3C2 by 12C4. ഇവിടെ എന്താ 4 എടുക്കുന്നത്, അതുകൊണ്ട് 12C4 എന്ന് എടുക്കണം. എങ്കിൽ സോൾവ് ചെയ്ത് നോക്കുന്നു, 4C2 വെച്ചാൽ എന്താ 4 into 3 by 2 into 3 into 2 by 2 ഡിവൈഡഡ് ബൈ 12C4 എന്ന് വെച്ചാൽ 12 into 11 into 10 into 9 by 2 into 3 into 4. സോൾവ് ചെയ്ത് നോക്കി എത്ര കിട്ടുന്നു, 2 4 പോയി 2 കിട്ടി, 2 into 3 6 into 3 ഡിവൈഡഡ് ബൈ ഇവിടെ 12 ക്യാൻസൽ ആയി പോയി, 5 ആയി, 55 into 9 3 വന്നു, 2 വന്നു, 2 by 55. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 2 by 55 ആൻസർ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. അത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ മൊത്തം 4 എടുക്കുന്നുണ്ട്, 4 റാൻഡമായിട്ട് എടുക്കുന്നുണ്ട്, അതിൽ 2 എന്ത് വരാൻ, റെഡ് ആകാനും ബാക്കി 2 എന്താകാനും ഗ്രീൻ ആകാനും ഉള്ള പോസിബിലിറ്റി എന്താണ്. അപ്പം 2 റെഡ് ആവാനോ, മൊത്തം 4 റെഡ് ഉണ്ട്, അത് 2 റെഡ്, ഗ്രീൻ ആവാനോ 3 ഗ്രീൻ ഉണ്ട്, അത് 2 ഗ്രീൻ. ടോട്ടൽ എത്ര എടുക്കുന്നുണ്ട്, 4 എടുക്കുന്നുണ്ടെങ്കിൽ 12 4 12C4 എന്ന് എഴുതാം. അപ്പോൾ ആ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും, 2 by 55 എന്ന് കിട്ടും. എങ്കിൽ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇതേ ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ 4 marbles are picked at random. What is the probability that 1 is green and 2 are blue and 1 is red? മൊത്തം 4 എടുക്കുന്നുണ്ട്, അതിൽ എന്തായിരുന്നു, 1 ഗ്രീൻ ആയിരിക്കണം, 2 ബ്ലൂ ആയിരിക്കണം, 1 റെഡും ആയിരിക്കണം. നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ നോക്കുന്നു, ഗ്രീൻ എത്രയായിരുന്നു, ഗ്രീൻ എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു, 3C1 ഇൻറ്റു 2 are blue 5C2 ഇൻറ്റു 1 is red 4C1 ഡിവൈഡ് ബൈ 12C4 എന്ന് എഴുതാം. സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. ബാക്കി ഐഡിയ എല്ലാം കിട്ടിയില്ലേ, എന്തായിരുന്നു, 3C1 മീൻസ് 3 ഇൻറ്റു 5C2 മീൻസ് 5 into 4 by 2 5 into 2 ഇൻറ്റു 4C1 മീൻസ് 4 ബൈ 12C4 12 into 11 into 10 into 9. ഇതൊക്കെ ഇങ്ങനെ നല്ല കേട്ടോ, എളുപ്പവഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എളുപ്പവഴി പറഞ്ഞാൽ ബേസിക് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെയൊക്കെ എഴുതി ചെയ്യുന്നത്. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാനൊക്കെയുള്ള മെത്തേഡുണ്ട്, പക്ഷെ ഒത്തിരി എളുപ്പം പറഞ്ഞാൽ കുറച്ചവർക്ക് ഡൗട്ട് വരും, അതുകൊണ്ടാണ് 2 into 3 into 4. അഞ്ചും ക്യാൻസലായി, 3 ക്യാൻസലായി, 8 by 32 8 by 33 എന്നിട്ട് ആൻസർ 38 by 30. നിങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ ആൻസർ കിട്ടും.